ആ ഒരു നമ്മളൊരു സ്ഥലത്ത് നിന്ന് ഇറക്കി വിട്ടതിന്റെ പേരിൽ ആ ഒരു വാശിപ്പുറത്താണ് ഇപ്പൊ ഈ ഒരു സ്ഥാപനം തുടങ്ങിയിരിക്കുന്നത്. അവര് കാരണമാണ് ഞാൻ ഇങ്ങനെ ഇരുന്ന് ഇതിപ്പോ നിങ്ങളുടെ അടുക്കൽ സംസാരിക്കുന്നത്. നമ്മുടെ പേരിലാണ് അതെ അതെ സ്ഥാപനം. എന്റെ വിജയത്തിന്റെ പുറകില് അതെന്റെ ഹസ്ബൻഡ് തന്നെയാണ്. പഠിക്കാൻ പോകുമ്പോ വീട്ടിലൊക്കെ എല്ലാവരും സപ്പോർട്ടായിരുന്നു? വീട്ടില് ഇല്ല. സൂര്യനെ സംബന്ധിച്ചോളം തുടങ്ങി ഒരു വർഷം കഴിഞ്ഞപ്പോൾ കൊറോണ വന്നു, അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നു. ഇതിൽ നിന്ന് എല്ലാത്തിനും തിരിച്ച് കയറി വന്ന ഒരാളാണ്. ആ കഥയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ടത്. ആദ്യമേ ബ്യൂട്ടി സലൂണിലൊക്കെ ആയിരുന്നു അത് അടച്ചിടണം, പ്രവർത്തിക്കാൻ പറ്റത്തില്ലെന്നുള്ള ഇത് വന്നത്. പിന്നെ അന്നെങ്കിൽ കാഞ്ഞിരപ്പള്ളിയിൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ഇത് ലേഡീസിന്റെ ബ്യൂട്ടി ക്ലിനിക് ഉണ്ട്. അപ്പൊ അവിടെയാണ് ഫസ്റ്റിലെ നമ്മള് ഇതിന് ട്രെയിനിങ്ങിന് കയറുന്നത്. സൂര്യ അന്നെങ്കിൽ ഇനി തൊട്ട് വരണ്ട. അപ്പം എനിക്കത് ഭയങ്കരമായിട്ട് വിഷമമായി പോയി. ഇനി വീട്ടിൽ ചെന്ന് എന്ത് പറയും, എന്നെ പറഞ്ഞു വിട്ടെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. എനിക്ക് ത്രെഡിങ് അറിയത്തില്ല, ഒന്നും അറിയില്ല. അപ്പം ഇങ്ങനെ പോയാൽ പറ്റത്തില്ല, എനിക്ക് എന്തെങ്കിലും എന്നെ ചെയ്തേ പറ്റത്തുള്ളൂ, ഈ ഫീൽഡിൽ ഞാൻ വരും. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ സലൂണിൽ പോയി ഇത് ചെയ്യണോ അത് ചെയ്യണോ എന്ന് ഞാൻ പറയാറില്ല. നമുക്കറിയത്തില്ല ഇപ്പം എന്താ പറയുന്നത്, ഇത് കഴിച്ച് ഉള്ളിൽ പോയിട്ട് എന്താ സംഭവിക്കുന്നത് അറിയത്തില്ല. ഭാവിയിൽ ചിലപ്പം കിഡ്നി ഫെയിലിയർ ഒക്കെ ആയിട്ടായിരിക്കും വരുന്നത്. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പം ഇന്ന് നമ്മുടെ കൂടെ ഒരു അതിഥിയുണ്ട്. ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് ഒരുപാട് പേർക്ക് മോട്ടിവേഷനുള്ള ഇന്റർവ്യൂസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. വീണ്ടും ഒരുപാട് സ്ത്രീകൾക്ക് പുതിയ സംരംഭം തുടങ്ങാൻ ആഗ്രഹിച്ച് പേടിച്ച് നിൽക്കുന്ന എല്ലാ സ്ത്രീകൾക്കും ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ ഈ ഇന്റർവ്യൂ. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് വളരെ എന്താ പറയുക, ചെറിയൊരു രീതിയിൽ ഒരു സ്ഥാപനം തുടങ്ങുന്നു. ഒരു എന്താ പറയുക, കാഞ്ഞിരപ്പള്ളിയിൽ പ്രിയ മേക്ക് ഓവർ സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു സ്ഥാപനം തുടങ്ങുന്നു. ഒരു 5-6 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ആ തുടങ്ങിയ ആ ഒരു ഏരിയയിൽ നിന്ന് ആ ഒരു ഫ്ലോർ മൊത്തം അങ്ങ് ഏറ്റെടുക്കുന്നു. അപ്പൊ അതിന്റെ അർത്ഥം ഓരോ വർഷം കഴിയുന്നവരും വിജയത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ പുറകിൽ ഒരു സ്ത്രീ ശക്തി ഉണ്ട്. ആ സ്ത്രീ ശക്തിയാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ സ്വന്തം സൂര്യ. നമസ്കാരം, വെൽക്കം ടു അവർ ഷോ. താങ്ക് യു. ശരിക്കും ഇപ്പൊ എത്ര വർഷമായി നമ്മൾ തുടങ്ങിയിട്ട്? നമ്മളിപ്പം തുടങ്ങിയിട്ട് 6 വർഷമായി. 6 വർഷമായി. എങ്ങനെയാണ് ഈ ഒരു രംഗത്തേക്ക് എത്തിയത്? ഈ ഒരു രംഗത്തേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒതുങ്ങി കൂടാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പം ഹസ്ബൻഡ് അങ്ങനല്ല, കുറച്ചും കൂടി നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചെങ്കിൽ നമുക്ക് നമ്മുടേതായ ഒരു ഇതുണ്ടാക്കിയിട്ട് വേണം പോവാൻ. അതെ, ഒരു സൈൻ വിളിച്ചേക്കണം. അതെ അതെ, അങ്ങനെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അടുക്കൽ പറഞ്ഞു. അപ്പം എനിക്ക് ഈ ഫീൽഡ് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ഒരിക്കലും ഒരു സലൂണായിട്ട് തുടങ്ങണം അങ്ങനൊന്നും ചിന്തിച്ചിട്ടില്ല. അപ്പം അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഹസ്ബൻഡ് തന്നെയാണ് ഒരു ഇതിലേക്ക് ഇഷ്ടമായതുകൊണ്ട് പഠിക്കാനായിട്ട് വിട്ടു. അങ്ങനെ പഠിച്ച് ഈ ഫീൽഡിലേക്ക് വന്നത്. ഇതിലേക്ക് എത്തിയാണ്. അപ്പൊ ഇത് പഠിക്കാൻ പോകുമ്പോ വീട്ടിലൊക്കെ എല്ലാവരും സപ്പോർട്ടായിരുന്നു? വീട്ടില് ഇല്ല, അങ്ങനെ വീട്ടിൽ വലിയ സപ്പോർട്ടൊന്നും ആദ്യം ഇല്ലായിരുന്നു. കാര്യം ആദ്യമൊക്കെ എന്നാ ഈ ഫീൽഡ് ആയതുകൊണ്ട് എന്തോ എല്ലാവർക്കും ഒരു ഇതായിരുന്നു. എൻ്റെ വീട്ടിലാണേലും ഇവിടെ ആണേലും. പിന്നെ ഇവിടെ വലിയ കുഴപ്പമില്ല, എൻ്റെ വീട്ടിൽ മൊത്തത്തിൽ ഇഷ്ടമില്ലായിരുന്നു. ബ്രദറിനൊക്കെ ആണേലും ഒട്ടും താല്പര്യമില്ലായിരുന്നു. പിന്നെ ഇപ്പം കുഴപ്പമില്ല, എല്ലാവരും ഹാപ്പി. കാഞ്ഞിരപ്പള്ളിയിൽ അത്യാവശ്യം, കാഞ്ഞിരപ്പള്ളിയിൽ മാത്രമല്ല ഇതിന് പുറത്ത് പലരും അറിയപ്പെടുന്ന ഒരു സ്ഥാപനമായി മാറി. അതെ അതെ, കാഞ്ഞിരപ്പള്ളിയിലാണേലും ഇപ്പൊ ഞാൻ വീഡിയോസ് ഒക്കെ ഇടുന്നതുകൊണ്ട് പുറത്തിറങ്ങിയാലും എല്ലാവരും എന്നെ പ്രിയ ചേച്ചി എന്നാണ് വിളിക്കുന്നത്. ശരിക്കും എന്റെ പേര് സൂര്യ എന്നാണ്. പിന്നെ കുഴപ്പമില്ല, ഞാനും എല്ലാരും വിളിക്കുമ്പോഴും അറിയപ്പെടുമ്പോഴും ഒരു സന്തോഷം. ഈ പ്രിയ ശരിക്കും ആരാണ്? പ്രിയ അമ്മയാണ്, ഹസ്ബൻഡിന്റെ അമ്മയാണ് പ്രിയ. അമ്മയുടെ പേരിലാണ് സ്ഥാപനം തുടങ്ങി. ശരിക്കും ഇത് തുടങ്ങുന്ന സമയത്ത് എന്താ പറയാ, ഇതിപ്പോ ഞാനിപ്പോ മെയിൻ ആയിട്ട് ഇപ്പൊ സൂര്യയുടെ അടുത്ത് വരാൻ കാരണം പലർക്കും ഇതേപോലെ ഓരോ സ്ഥാപനങ്ങളും ഓരോ സംരംഭം തുടങ്ങണം എന്നുണ്ടാവും. പക്ഷെ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെക്കാനാ പേടി. അത് കഴിഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ ചിലപ്പോൾ ഒരു ഡൗൺ ഉണ്ടെങ്കിൽ ചിലപ്പോൾ മിക്കവരും അതിലങ്ങ് നിർത്തിക്കളയും. അതിനെ അതിജീവിച്ച് മുമ്പോട്ട് പോകുന്നതിന് വളരെ കുറവാണ്. സൂര്യനെ സംബന്ധിച്ചോളം തുടങ്ങി ഒരു വർഷം കഴിഞ്ഞപ്പോൾ കൊറോണ വന്നു, അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നു. ഇതിൽ നിന്ന് എല്ലാത്തിനും തിരിച്ച് കയറി വന്ന ഒരാളാണ്. ആ കഥയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ടത്. എങ്ങനെയുണ്ടായിരുന്നു തുടക്കമൊക്കെ? തുടക്കം എനിക്ക് കുഴപ്പമില്ലായിരുന്നു തുടങ്ങിയപ്പോഴത്തേക്കും. എന്നാലും മറ്റേ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബ്രൈഡൽ വർക്കൊക്കെ ആണെങ്കിലും നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിക്കാനായിട്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടാണല്ലോ ഫസ്റ്റിലെ തുടങ്ങുമ്പോഴത്തേക്ക്. അതെ,
ഇപ്പം ഹസ്ബൻഡിന്റെ ഫ്രണ്ട് ആണെങ്കിലും പുള്ളിയുടെ കല്യാണത്തിന് എനിക്ക് വർക്ക് തന്നു. പിന്നെ എനിക്കാണെങ്കിലും എൻ്റെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും എനിക്ക് അങ്ങനെ വർക്ക് തന്നു. അങ്ങനെയാണ് ജസ്റ്റ് ബ്രൈഡൽ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. ഫസ്റ്റ് വർക്ക് ചെയ്തത് ആരെന്ന് ഓർമ്മയുണ്ടോ? ജബിൻ എന്ന് പറയുന്ന ഒരു ചേട്ടന്റെ വൈഫിന്റെ, അത് ഹസ്ബൻഡിന്റെ ഫ്രണ്ടാണ്. അപ്പം അവരുടെ വർക്കാണ് ചെയ്തത്. നമ്മുടെ കഴിവ് ഫസ്റ്റ് പുറത്ത് തെളിയിക്കുന്നത് അവിടെയാണ്. അതെ അതെ. എങ്ങനെയുണ്ടാവും ചെയ്ത് കഴിഞ്ഞിട്ട് എന്തായിരുന്നു അഭിപ്രായം? ചെയ്തത് കുഴപ്പമില്ലായിരുന്നു, അവർക്ക് സന്തോഷമായി. പിന്നെ ഇപ്പം സാരി ഉടുപ്പിച്ചതിന് അത് എന്തോ ഒരു ഇത് പറഞ്ഞു, പക്ഷെ എന്നാലും അവര് കുഴപ്പമില്ല, മേക്കപ്പ് ഒക്കെ ഓക്കെയാണ്, ആ ഒരു ഇത് പറഞ്ഞോളൂ. ഇത് ആദ്യമായിട്ടൊരു വർക്ക് ചെയ്യാൻ പോകുന്നതിന്റെ തലേ ദിവസം എന്തായിരുന്നു മനസ്സിൽ? അപ്പം എന്നാന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് എനിക്ക് റിസ്ക് ഒന്നും ഏറ്റെടുക്കാനായിട്ട് താല്പര്യപ്പെടാത്ത ഒരു വ്യക്തിയാണ്, ഞാൻ എടുക്കത്തില്ല. അപ്പം ഭയങ്കര ടെൻഷനാണ്. പക്ഷെ ആ ടെൻഷൻ ഞാൻ പറയാലോ, ഇപ്പം വർക്ക് ചെയ്യുമ്പോൾ ഞാനിപ്പം ഒരുപാട് ബ്രൈഡൽ വർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതേ ടെൻഷൻ ഇപ്പോഴും ഉണ്ട്. ടെൻഷൻ ഉണ്ട്, അതിപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുന്നു വേണം പറയാം. ശരി, അത് നല്ലതിനാണ് ആ ടെൻഷൻ. എന്നാലും നമ്മുടെ വർക്കിൽ കൂടുതൽ കോൺസെൻട്രേഷൻ കിട്ടുള്ളൂ. അല്ല, എല്ലാം അറിയാന്നുള്ള രീതിയിൽ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഇതില്ല, ആ വർക്ക് തീരണം, നമ്മുടെ ആ ഒരു ടെൻഷൻ തീരണമെങ്കിൽ. അങ്ങനെ തന്നെയാണ് ഇപ്പോഴും. ഓക്കെ, അപ്പൊ എന്നിട്ട് സ്റ്റാർട്ടിങ് നമ്മൾ എന്നിട്ട് വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ബാക്കി കഥ പോരട്ടെ. അത് കഴിഞ്ഞിട്ട് കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ പിന്നെ അറിഞ്ഞു വന്നു തുടങ്ങി. അതെ അതെ, ആൾക്കാർ അറിഞ്ഞു വന്നു തുടങ്ങി. അപ്പോഴത്തേക്കാണ് കോവിഡ് വന്നത്. കോവിഡ് വന്നപ്പോഴത്തേക്ക് ആദ്യമേ ബ്യൂട്ടി സലൂണിലൊക്കെ ആയിരുന്നു അത് അടച്ചിടണം, പ്രവർത്തിക്കാൻ പറ്റത്തില്ലെന്നുള്ള ഇത് വന്നത്. അപ്പം നമ്മൾ അങ്ങനെ അടച്ചിട്ട്, അപ്പോഴും എന്നാ ഈ ബിൽഡിങ്ങിന്റെ ഓണർ നമുക്ക് സപ്പോർട്ടായിരുന്നു. കാര്യം 3-4 മാസത്തോളം നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ആ 4 മാസവും എന്നാ ഇക്ക നമ്മുടെ അടുക്കയില് റെന്റ് ഒന്നും വാങ്ങിയിട്ടില്ല. അപ്പൊ അത് അങ്ങനെ തന്നെയാണ് ഇപ്പോഴും അവരുടെ തന്നെ ഇതാണ്. നമ്മൾ തുടങ്ങിയപ്പോഴത്തേക്ക് ഇതിന്റെ തന്നെ ഒരു 2 റൂമായിരുന്നു എടുത്തിരുന്നത്. ഇതേപോലത്തെ ബിൽഡിംഗ് ഓണേഴ്സാണ് കേരളത്തിന് വേണ്ടത്. അപ്പം നാസറിന് അങ്ങനെ വേണ്ടെന്ന് പറഞ്ഞപ്പം നമുക്ക് കുഴപ്പമില്ല, ഇതിന്റെ 2 റൂമായിരുന്നു എടുത്തേ. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ റെന്റ് എന്ന് പറയുന്നത് എല്ലാ മാസവും 1-ാം തീയതി തന്നെ കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഇപ്പോഴും അതിന് മുടക്കം വരുത്തിയിട്ടില്ല, അങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നു. അപ്പം പിന്നെ നമ്മള് കോവിഡ് കഴിഞ്ഞ് കുഴപ്പമില്ലാതെ പിന്നെയും വർക്കൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കാണ് യൂണിസെക്സ് സലൂൺ തുടങ്ങണമെന്ന് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അപ്പം അങ്ങനെ പിന്നെ ഒരു വർഷം മുമ്പാണ് നമ്മൾ യൂണിസെക്സ് സലൂണിലേക്ക് വന്നതും അത് തുടങ്ങാനായിട്ട്. അപ്പം തന്നെ നമ്മൾ വേറെ റൂമൊക്കെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ റൂമും ആദ്യം എടുക്കാനായിട്ട് പോയപ്പോഴത്തേക്ക് എനിക്ക് ഇത് എന്തോ നമ്മുടെ ഒരു മാർക്കറ്റിലാണ്, അപ്പം പ്രത്യേകിച്ച് നമുക്ക് പാർക്കിംഗ് ഫെസിലിറ്റി ഇല്ല. അപ്പം ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് എടുക്കാനായിട്ട് ആദ്യം താല്പര്യം ഇല്ലായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഇത് എന്തോ ഒരു നിമിത്തം പ്രകാരം അത് വന്നു ചേർന്ന്. എന്ന് പറഞ്ഞ പോലെ ഇത് തുടങ്ങാനായിട്ട് പോയപ്പോഴത്തേക്കും ഇവിടെ എല്ലാം സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു. അത് എനിക്ക് വേണ്ടിയാന്ന് തോന്നുന്നു എല്ലാരും നിർത്തി മാറി. അതെ, പക്ഷെ അത് എന്തോ അവിചാരിതമായിട്ട്, കാര്യം നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എയർടെലിന്റെ ഓഫീസൊക്കെ ഉണ്ടായിരുന്നു, അവരും അത് നിർത്തിപ്പോയെന്നുള്ളതാണ്. ഇല്ല, ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ അവരും അത് നിർത്തിപ്പോയി. അപ്പം പിന്നെ ചിന്തിച്ച് എന്തുകൊണ്ട് ഇത് നമുക്ക് എടുത്തുകൂടാ. പിന്നെ നമ്മൾ ഇവരുടെ ഓണറിന്റെ അടുക്ക സംസാരിച്ചപ്പോഴത്തേക്ക് അവർക്ക് നമ്മൾ എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പം ഫുള്ള് സപ്പോർട്ടായിരുന്നു അവര്. അങ്ങനെ എടുത്താണ് ഇന്ന് ഇങ്ങനെ ഒരു ലെവലിലേക്ക് നമ്മൾ വന്നിരിക്കുന്നത്. അതെ അതെ അതെ, തീർച്ചയായിട്ടും. ഒരുപാട് ആൾക്കാർ നമ്മളെ വിശ്വസിച്ച് വർക്കുകൾ തരുന്നു. ഒരുപാട് ആൾക്കാർ ഈ കൂടുതലും നമ്മുടെ ഈ വീഡിയോതിനെക്കാട്ടും കൂടുതൽ മൗത്ത് പബ്ലിസിറ്റി ഒരുപാട്. അതെ അതെ അതെ, എനിക്ക് കൂടുതലും വർക്ക് ഇപ്പം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഒരാൾക്ക് ബ്രൈഡൽ വർക്ക് ചെയ്ത് അവരുടെ റിലേറ്റീവ്സ് തന്നെയാണ് ബുക്ക് ചെയ്യുന്നത്. അപ്പം അങ്ങനെ തന്നെയാണ് വർക്ക് നിലവിൽ ഇപ്പം വരുന്നത്. ശരി, ഇനി ഇതൊന്നും അല്ല, ഇതിന്റെ പുറകിൽ എനിക്ക് വേറൊരു കഥ അറിയണം. ഈ സ്ഥാപനം തുടങ്ങാനുണ്ടായ മറ്റൊരു സാഹചര്യമുണ്ട്, അതെന്തായിരുന്നു? അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും എന്നെ സംബന്ധിച്ച് ഞാനൊരു വീട്ടിൽ ഒതുങ്ങിക്കൂടാൻ എല്ലാവരും ചോദിക്കും നിങ്ങൾക്ക് എന്താകാനായിട്ടാണ് ആഗ്രഹമെന്ന്. എന്നെ സംബന്ധിച്ച് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് അസംഷനിലാണ് പഠിച്ചത്. അപ്പൊ അവിടെ ചോദിച്ചപ്പോഴത്തേക്ക് മിസ്സുമാര് ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞത്, എനിക്ക് കല്യാണം കഴിക്കണം, 2 കുട്ടികളല്ല 3 കുട്ടികൾ വേണം, പിന്നെ വീട്ടിൽ തന്നെ നിൽക്കണം, ആ ഒരു ഇതാ ഞാൻ പറഞ്ഞത്. അപ്പൊ അവര് പറഞ്ഞു, അപ്പൊ എല്ലാരും ടീച്ചേഴ്സ് ആകണം, ഡോക്ടർ ആകണം, അങ്ങനെയൊക്കെ പറഞ്ഞ് പോയി. ഞാൻ ഇതാണ് പറഞ്ഞത്, എനിക്കൊരു വീട്ടമ്മയായാൽ മതി. അപ്പം ഇത് ഹസ്ബൻഡും നമ്മളെ പെണ്ണ് കാണാൻ വന്നപ്പോഴത്തേക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കൊരു ഇങ്ങനെ ഈ ഒരു സെറ്റപ്പിൽ അങ്ങ് പോയാൽ മതി എന്നാ പറഞ്ഞേ. അപ്പം ആളപ്പോഴത്തേക്ക് അത് ഓക്കെ പറഞ്ഞപ്പോ, പക്ഷെ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കാണല്ലോ നമ്മുടെ ഇത് അവരെ ഓക്കെ അല്ലെന്നൊക്കെ നമ്മൾ അറിയുന്നേ. അപ്പൊ എൻ്റെ അടുക്ക പറഞ്ഞ, ഒന്നെങ്കിൽ പഠിക്കാൻ പോണം, ഇല്ലെങ്കിൽ
എന്താ പറയാ, ഇങ്ങനെ വീട്ടിൽ ഇരിക്കാനായിട്ട് എന്തായാലും പറ്റത്തില്ല. എനിക്ക് അങ്ങനെ ഒരു ഭാര്യ വേണ്ട, പണിയെടുക്കണം അങ്ങനെ തന്നെ. അപ്പൊ ഹസ്ബൻഡ് ആണെങ്കിലും ഇവിടെ ഇപ്പം ആള് പുറത്താണ്, അന്ന് നമ്മുടെ കേരളത്തിൽ തന്നെ ആയിരുന്നു ജോലി ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ശരിക്കും അന്ന് സാമ്പത്തികമായിട്ട് കുറച്ച് ഏറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടായിരിക്കും ഒരു സപ്പോർട്ടിന് ഞാനും കൂടി ഉണ്ടെങ്കിൽ നല്ലതെന്നുള്ള രീതിയിലായിരിക്കും ആളെൻ്റെ അടുക്കെ പറഞ്ഞത്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഈ ബ്യൂട്ടീഷ്യൻ അന്ന് എനിക്ക് ഇഷ്ടമാണ്, അന്ന് ഇത് പോയി പഠിക്കാന്ന് വെച്ചോണ്ട് അങ്ങനെ പോകുന്നത്. പോയി കഴിഞ്ഞ അപ്പോഴും എനിക്കിത് തുടങ്ങണമെന്നൊന്നും ഇല്ല, പോയി സമയം പോണമല്ലോ. അതെ, ഇങ്ങനെ തട്ടിമുട്ടി പോകണം, അതേ ഉള്ളൂ, എന്തിനെങ്കിലും പോകുന്നുണ്ടെന്ന് പറയാമല്ലോ. അപ്പൊ അത് പഠിച്ചു കഴിഞ്ഞ് ഗവൺമെന്റിന്റെ 1 ഇയർ കോഴ്സാണ് ഞാൻ ആദ്യം ചെയ്തത്. അത് കഴിഞ്ഞ് പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ട്രെയിനിങ്ങിന് പോകണം. അപ്പൊ എൻ്റെ അടുക്ക പറഞ്ഞ് എവിടെയെങ്കിലും ട്രെയിനിങ്ങിന് പോയേ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ എല്ലാം ഫോഴ്സ് ചെയ്യുന്ന ഹസ്ബൻഡാ. അപ്പം പറ്റത്തില്ല. ഞാൻ പിന്നെ അന്നെങ്കിൽ കാഞ്ഞിരപ്പള്ളിയിൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ഇത് ലേഡീസിന്റെ ബ്യൂട്ടി ക്ലിനിക് ഉണ്ട്. അപ്പൊ അവിടെയാണ് ഫസ്റ്റിലെ നമ്മള് ഇതിന് ട്രെയിനിങ്ങിന് കയറുന്നത്. അപ്പം ട്രെയിനിങ്ങിന് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ട് നമ്മൾ ഈ 1 ഇയർ കോഴ്സ് ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും അറിയത്തില്ല. ജസ്റ്റ് അവിടെ പോയി ട്രെയിനിങ്ങിന് ചെന്നപ്പോഴത്തേക്ക് എനിക്കൊന്നും അറിയത്തില്ലോ. ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സംസാരിക്കും. അപ്പം മെയിൻലി സംസാരം മാത്രമേ ഉള്ളൂ, വർക്ക് നടക്കുന്നില്ല. അങ്ങനെ അപ്പോഴത്തേക്ക് അങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേക്ക് കുറച്ച് പിന്നെ അവിടെ ഒത്തിരി സ്റ്റാഫ് ഉണ്ട് കേട്ടോ, ഒത്തിരി ലേഡി സ്റ്റാഫ് ഉണ്ട്, ഇപ്പോഴും നല്ല രീതിയിൽ റൺ ചെയ്യുന്നതാണ്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവര് 1 മാസം എന്നെ സഹിച്ചു, കുഴപ്പമില്ലാതെ പോയി. അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ എൻ്റെ ഒരു മെന്റാലിറ്റി വെച്ചിട്ടല്ല പറയുന്നത്. ഒരു 8-9 വർഷം മുമ്പ് ഞാനെന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് അത്രയ്ക്ക് പ്രായമില്ല അതിനെപ്പറ്റി. അപ്പം അന്ന് ഒരു 1.5 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെൻ്റെ അടുക്ക പറഞ്ഞു, എന്നാ സൂര്യ എന്നെങ്കിൽ ഇനി തൊട്ട് വരണ്ട ഇവിടെ. അതെ, അങ്ങനെ പറഞ്ഞ് എന്നാ പ്രത്യേകിച്ച് വന്നിട്ടൊന്നും ചെയ്യുന്നൊന്നും ഇല്ല, പഠിക്കുന്ന ഇല്ല, അതുകൊണ്ട് നാളെ തൊട്ട് ഇനിയും വരണ്ട, അങ്ങനെ കട്ടായം പറഞ്ഞു. അപ്പോഴത്തേക്ക് ഞാൻ ഒന്നുകൂടി വന്നോട്ടെ എന്ന് അവരുടെ അടുക്ക ചോദിച്ചു. അപ്പോഴത്തേക്ക് പറഞ്ഞ ഇല്ല, നാളെ തൊട്ട് വരണ്ട, ഒന്നാമത് ഇവിടെ സ്റ്റാഫ് കൂടുതലാ, ഇനി ഒരാളെയും കൂടി വേണ്ട എന്ന് പറഞ്ഞു പയ്യ. അപ്പം എനിക്കത് ഭയങ്കരമായിട്ട് വിഷമമായി പോയി. ഇനി വീട്ടിൽ ചെന്ന് എന്ത് പറയും, എന്നെ പറഞ്ഞു വിട്ടെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. 1.5 മാസം കൊണ്ട് ഒരാളെ പറഞ്ഞു വിടുക എന്ന് പറയുമ്പോൾ ഭയങ്കര ഇതാ. അപ്പൊ എനിക്കിത് ആരെടുക്കലും പറയാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, അന്നൊരു മഴയുള്ള ദിവസമായിരുന്നു. ഞാൻ എപ്പോഴും ഈ 2 വീലറെ നടക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഞാൻ ആ മഴയത്ത് കോട്ടം നില്ലതാനും ഹെൽമെറ്റ് ഒക്കെ വെച്ച് വണ്ടിയെ പോവാണ്, വീട്ടിലോട്ട് പോവാണ്. അപ്പൊ പറഞ്ഞു വിട്ടതിന് ശേഷം ഇറങ്ങി പോകുമ്പോ മഴയത്ത് പോകുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ഞാൻ കരഞ്ഞോണ്ടാ പോകുന്നത്. കാര്യം കണ്ണീന്നറിയാ, കരയുമല്ല, ശരിക്കും പറഞ്ഞാൽ കണ്ണീന്നറിയാതെ വെള്ളം വരികയാണ്. അറിയില്ല, വീട്ടിൽ ചെന്ന് പറയാനും പറ്റത്തില്ല, പറഞ്ഞു വിട്ടെന്ന്. ഇതിപ്പം ഞാൻ പറയുമ്പോഴത്തേക്കായിരിക്കും ഞങ്ങളുടെ അമ്മയൊക്കെ അറിയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ഹസ്ബൻഡിന്റെ അടുക്കെ പോലും ഒരു മാസത്തേക്ക് ഇത് പറഞ്ഞില്ല. അപ്പം കാര്യം പോകാത്തത് ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, നേരത്തെ പഠിച്ചുകൊണ്ടിരുന്ന ഇടത്തുനിന്ന് വിളിച്ചു, കള്ളത്തരമാണ് പറയുന്നത്, വിളിച്ചു, അപ്പൊ ഇനിയും കുറച്ചും കൂടി കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, അവിടെ പോണം എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞാൽ അന്നേ ഓക്കെ, അത് പോയി പഠിച്ചിട്ട് എന്നാ ഇവിടെ പോയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ ഓക്കെ. അപ്പോൾ അതിൽ നിന്നും രക്ഷപ്പെട്ടു. പക്ഷെ എന്നാലും 1 മാസം എനിക്കിത് മനസ്സിൽ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പം ഞാൻ ആ വണ്ടിയെ പോയ സമയത്ത് ഞാൻ ചിന്തിച്ച്, എനിക്ക് ത്രെഡിങ് അറിയത്തില്ല, ഒന്നും അറിയില്ല. അപ്പം ഇങ്ങനെ പോയാൽ പറ്റത്തില്ല, എനിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ, ഈ ഫീൽഡിൽ ഞാൻ വരും. ആ മേഡം ഒരിക്കലും എന്നെ എന്താ പറയുന്നത്, എന്നെ ആ ഒരു ഇത് നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നൊരു ടൈം വരും. അതായത് അവൾക്ക് എന്തെങ്കിലും അറിയാം, അവൾ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ എനിക്ക് കാഞ്ഞിരപ്പള്ളിയിൽ തന്നെ അവർ അടുത്ത് തന്നെ ഷോപ്പ് ഇടണം എന്നുള്ളൊരു ആ കരഞ്ഞോണ്ട് പോയപ്പോൾ ഞാൻ തീരുമാനിച്ചതാണ്. അപ്പൊ അതുവരെ എനിക്ക് ഈ ഫീൽഡിലേക്ക് വരാണ്ട് താല്പര്യമില്ല. അതെ. അപ്പം പിന്നെ 1.5 മാസം കഴിഞ്ഞ് ഹസ്ബൻഡ് എടുക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് അതിന് നീ എന്നതിനെ വിഷമിക്കുന്ന, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്ക് അതിന് ഒരു വാശിയാണ് തോന്നേണ്ടത്, നിനക്ക് ഇത് ഇടണം, പാർലർ ഇടണം എന്നുള്ള ഒരു വാശി ഉണ്ടാവണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ആവശ്യമായിട്ടാ, ഞാനത് അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ള ഒരു ഇത് അന്നെടുത്തൊരു തീരുമാനമാണ്. പക്ഷെ ഇന്നെനിക്ക് ആ മേഡത്തിനോട് ദേഷ്യമൊന്നുമില്ല. കാര്യം അവര് കാരണമാണ് ഞാൻ ഇങ്ങനെ ഇരുന്ന് ഇതിപ്പോ നിങ്ങളുടെ അടുക്കൽ സംസാരിക്കുന്നത്. അതെ, എല്ലാം പോസിറ്റീവായിട്ട് തന്നെയാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് ഭയങ്കര സന്തോഷമേ ഉള്ളൂ ഇപ്പോഴും ഇങ്ങനെ സംസാരിക്കും. പക്ഷെ ഞാൻ അന്ന് എടുത്തൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഞാൻ ഒരാളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കത്തില്ല. ഞാൻ ഇന്ന് വരെ അങ്ങനെ തന്നെയാണ്, ആരെയും വിഷമിക്കാൻ. കാര്യം അവര് നമ്മുടെ അടുക്കൽ വിഷമം തോന്നുന്ന രീതിയിൽ സംസാരിച്ചാലും ഞാൻ അവരുടെ അടുക്കൽ
തിരിച്ച് അങ്ങനെ ഒരു മറുപടി പറയത്തില്ല എന്നുള്ള ഒരു തീരുമാനം എടുത്തു. ഇവിടെ ഞാൻ സ്റ്റാഫിന്റെ അടുക്കലാണെങ്കിലും അവര് നമ്മൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണെങ്കിലും ഞാനതൊരു മയത്തിലേ പറയത്തുള്ളൂ, അല്ല അവർക്ക് വിഷമം തോന്നുന്ന രീതിയിൽ ഹെർട്ട് ചെയ്ത് ഇതുവരെ സംസാരിക്കില്ല. അപ്പം ഞാൻ അന്നെടുത്തൊരു തീരുമാനമാണ് അത് ഇന്ന് വരെ ഇങ്ങനെ തന്നെ പാലിച്ചു പോകുന്നു. ശരിക്കും ആ ഒരു നമ്മളൊരു സ്ഥലത്ത് നിന്ന് ഇറക്കി വിട്ടതിന്റെ പേരിൽ ആ ഒരു വാശിപ്പുറത്താണ് ഇപ്പൊ ഈ ഒരു സ്ഥാപനം തുടങ്ങിയിരിക്കുന്നത്. അതിൽ അവരോട് നന്ദിയാ പറയുന്നത്, ഇതേപോലെ ആക്കിയതിന്. അടിപൊളി സത്യം. ശരിക്കും ഇതില്ലേ ഒരു സിനിമാ കഥ പോലെ ഫീൽ ചെയ്യുന്നത് അല്ലെ? ഇറക്കി വിടുന്നു, മഴ പെയ്യുന്നു, മഴയത്തേക്ക് ഇറങ്ങിയിട്ട് തീരുമാനം ഇതൊരു ഞാൻ സിനിമ എടുക്കാൻ പ്ലാൻ ചെയ്യട്ടെ, നോട്ടെ. എന്തായാലും ഇതിന്റെയൊക്കെ പുറകിൽ ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താ അറിയൂ, ഏതൊരു പുരുഷന്റെയും വിജയത്തിന്റെ പുറകിൽ ഒരു സ്ത്രീന്ന് ഞാൻ കേട്ടിട്ടുള്ളത്. ഇതൊരു സ്ത്രീയുടെ വിജയത്തിന്റെ പുറകില് പുരുഷന്റെ വലിയൊരു സപ്പോർട്ടാണ്. കാര്യം എല്ലാവരുടെയും ആ ഒരു പഴഞ്ചൊല്ല് പോലത്തെ അങ്ങനെ പറയുന്നത്. എന്റെ വിജയത്തിന്റെ പുറകില് അതെന്റെ ഹസ്ബൻഡ് തന്നെയാണ്. കാര്യം പേരെന്ന് പറഞ്ഞേ ആശിഷ് എന്നാണ് പേര്. ഇപ്പൊ ആള് അയർലൻഡിലാണ് സോഷ്യൽ വർക്കറായിട്ട് ജോലി ചെയ്യുന്നു. അപ്പം ഞാൻ ഒന്നും റിസ്ക് എടുക്കത്തില്ല. ഡ്രൈവിങ് എന്നെ പഠിപ്പിച്ചാലും പേടിയെ ഓടിക്കാനായിട്ട്, വണ്ടി ഓടിക്കത്തില്ല. അപ്പം ആള് അത് നിർബന്ധിച്ച് എന്നെ ഓടിപ്പിച്ചു. പക്ഷെ എന്നാലും പേടിയാണ്, എന്തെങ്കിലും ആവശ്യം വരുമ്പോഴേ എടുക്കത്തുള്ളൂ. പക്ഷെ അങ്ങനല്ല പുള്ളി എനിക്ക് ചെയ്യാനായിട്ട് എന്തൊക്കെ പേടിയാണോ അതെല്ലാം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും. അപ്പൊ ഇപ്പോഴാണെങ്കിൽ പോലും വർക്കിനൊക്കെ ആണെങ്കിൽ നമ്മളിപ്പം 2:30-ഒക്കെയാണ് ചിലപ്പം ഈ സലൂണിൽ എത്തണ്ടേ, ഇല്ലെങ്കിൽ അവരുടെ വീട്ടിലെത്തേണ്ടത്. അപ്പൊ ഇതെല്ലാം ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഡ്രൈവ് ചെയ്ത് പോകുന്നതും എല്ലാത്തിനും. ഇപ്പൊ അങ്ങനെ പേടിയും കാര്യങ്ങളും ഒന്നുമില്ല. അങ്ങനെ എല്ലാം ചെയ്യും. അങ്ങനെ എല്ലാത്തിലും ഇപ്പം ഇറങ്ങി തിരിച്ചത് അദ്ദേഹം കാരണമാണ്. അതുകൊണ്ട് ഭയങ്കര ഒരു എന്റെ എല്ലാ വിജയത്തിനും. അപ്പൊ ഒട്ടുമിക്ക സ്ത്രീകളുടെ അങ്ങനെ തന്നെയാണ്. നമ്മളെത്ര ഇങ്ങനെ പമ്മി ഇരുന്നാലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആള് നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ലെവലിൽ തന്നെ എത്തുമെന്നാണ് എന്റെ ഒരു അനുഭവം വെച്ച് ഞാൻ പറയുന്നത്. അടിപൊളി. എന്തായാലും നമ്മളിപ്പോ ഈ ഒരു മേഖലയിലേക്ക് ഇപ്പോ എന്താ പറയാ, ശരിക്കും ഇപ്പൊ ആളുകളുടെ മുമ്പിൽ, നമ്മുടെ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ വിജയിച്ച് കാണിച്ചു കൊടുത്തേക്കുന്ന വളരെ നല്ല രീതിയിൽ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടുപോയി ഒരു വിജയിച്ച് നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഈ മേഖലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട്, ഇപ്പൊ നമ്മുടെ കേരളത്തിലൊക്കെ. പക്ഷെ പലർക്കും ഇപ്പോഴും അറിയില്ല ഇതിന്റെ സാധ്യതകൾ എങ്ങനെയാണ്, ഇതിലേക്ക് വരികയാണെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടോ, എങ്ങനെയാണ് സത്യം പറഞ്ഞാൽ അങ്ങനെ നിൽക്കുന്ന കുട്ടികളോട് എന്താ പറയാനുള്ളത്? ഞാൻ പറയുന്നത് ഇപ്പം പക്ഷേ നേരത്തെ പോലെയല്ല. ഈ ഫീൽഡിലേക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടാണെങ്കിലും ഒരുപാട് പേര് കടന്നു വരുന്നുണ്ട്. ഇപ്പം നമ്മൾക്ക് കാഞ്ഞിരപ്പള്ളി തന്നെ ഒരുപാട് സലൂണുകളാണ് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അതിനകത്തോട്ടൊന്നും മടിച്ചു നിൽക്കാം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഇവിടെ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് മാറി ഇരുന്നൊരു വ്യക്തിയാണ്. പക്ഷെ എനിക്ക് വരാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനേക്കാളും നല്ലതായിട്ട് തന്നെ എത്താൻ പറ്റുമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഒന്നിനും മടിച്ചു നിൽക്കാതെ ഇറങ്ങി തിരിക്കുക, അത്രയേ ഉള്ളൂ. ഇറങ്ങി തിരിക്കാന് ഇത് ഇപ്പൊ പഠിച്ചെടുക്കാൻ ഇപ്പൊ പല പാരന്റ്സിന്റെ ഉള്ളൊരു ടെൻഷനാണ് ഈ ഒരു മേഖലയിലേക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ വിടുമ്പോൾ അതൊരു നല്ലൊരു ജോലിയാണോ, കാരണം അത് എത്രത്തോളം ഒരു പ്രൊഫഷണൽ വർക്ക് എന്നുള്ള നിലയിലേക്ക് അത് എത്തുമോ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേറെ ഓഫീസ് ജോലിയാണോ നല്ലത്, അല്ലെങ്കിൽ പിന്നെ നഴ്സിംഗ് പഠിപ്പിച്ചു വിടണോ, ഇങ്ങനെയൊക്കെയാണ് എല്ലാവരും ചിന്തിക്കുക. ഈ ഒരു മേഖലയെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഈ മേഖലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അങ്ങനല്ല. നമുക്കിപ്പോ ആണെങ്കിലും കോസ്മെറ്റോളജി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് 1 ഇയർ കോഴ്സ് അല്ല 3 ഇയേഴ്സ് കോഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇത് നേരത്തെയാണ് നമുക്ക് ഇതിനകത്തൊരു എന്താ പറയുന്നത് മോശപ്പെട്ട ഒരു എന്നുള്ള രീതി വരുന്നത്. ഇപ്പം പക്ഷേ ഈ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനല്ല. നമ്മളിപ്പം ഡിഗ്രി ഒക്കെ എടുക്കുന്ന പോലെ തന്നെ ഇതിൽ കൂടുതൽ പഠിച്ച് നമുക്ക് നല്ല ലെവലിൽ തന്നെ എത്താനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ നമ്മുടെ ഇവിടെ എന്താ പറയാ, ഇപ്പൊ പ്രിയ മേക്ക് ഓവർ സ്റ്റുഡിയോയില് എന്തെല്ലാം ഫെസിലിറ്റീസ് ഉള്ളത്? നമുക്ക് മെയിനായിട്ടും ബ്രൈഡൽ ആൻഡ് ഗ്രൂം മേക്കപ്പ് ഉണ്ട്. പിന്നെ ബാക്കി എല്ലാം ബ്യൂട്ടി സർവീസുകളും പാർലർ സർവീസുകളും എല്ലാം തന്നെ ഇവിടെ തന്നെ ചെയ്യുന്നുണ്ട്. ഉണ്ട്. ഇപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുന്നത് കുട്ടികളിലാണ്. അതെ അതെ, കുട്ടികൾക്ക് അതെ. കിഡ്സിന് നമ്മൾ ഹെയർ കട്ടിനൊക്കെ ആണെങ്കിലും പ്രത്യേക ഇതുണ്ട്. അപ്പം ഏത് മോഡൽ കൊണ്ട് കാണിച്ചാലും നമ്മൾ അതേ രീതിയിൽ തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതെ അതെ. ഈ കുട്ടികളെ എങ്ങനെ കംഫർട്ട് ആക്കണേ, അതിലാണ് കാര്യം. കാരണം ചില കുട്ടികൾ ചില സ്ഥാപനത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും, പിന്നെ അങ്ങോട്ടേക്ക് തന്നെ പോകും. വെച്ച് കഴിഞ്ഞാൽ അതിനെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്റെ ഹസ്ബൻഡിനെ തന്നെയാണ് പറയുന്നത്. ഇപ്പം ഹസ്ബൻഡിന്റെ നിർബന്ധപ്രകാരമാണ് നമ്മുടെ പ്രിയാസിൽ ഫസ്റ്റിലെ ഹെയർ കട്ട് ചെയ്യുന്നത്. അതായത് നമ്മൾ ഉണ്ടായി കഴിഞ്ഞ് ചിലപ്പോൾ 3-4 മാസം
കഴിഞ്ഞിട്ട് കുട്ടികളുടെ ഹെയർ കട്ട് ചെയ്യുമല്ലോ. അപ്പം ഫസ്റ്റിലെ ഹെയർ കട്ട് ചെയ്യുന്ന കുട്ടികൾക്ക് അതായത് നമ്മുടെ തന്നെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. അതായത് അയർലൻഡിൽ അങ്ങനെയാണ്, ആദ്യമായിട്ട് ഹെയർ കട്ട് ചെയ്യുന്ന ഫസ്റ്റ് ഹെയർ കട്ടിന് അവിടെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ തന്നെ ഇത് ഹെയർ കട്ട് ചെയ്യുന്ന ആളാരാണോ അയാളുടെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും, കുട്ടിയുടെ പേര്, പിന്നെ നമ്മുടെ ഒരു ജസ്റ്റ് ഒരു ഇതും വെച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സൈനും വെച്ചിട്ട് ആ ഒരു സർട്ടിഫിക്കറ്റ് രൂപത്തിൽ തന്നെ നമ്മൾ അങ്ങനെ തന്നെ ഞാൻ പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ തന്നെ പുള്ളിയുടെ നിർബന്ധത്തിനാണ് അത് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മള് മറ്റേ നമ്മുടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വർടൈസ്മെന്റ് ആണ്, പക്ഷെ ബലൂണൊക്കെ ആണെങ്കിലും അങ്ങനെ ഹെയർ കട്ട് ചെയ്യാൻ വരുന്ന പിള്ളേർക്ക് അങ്ങനെയൊക്കെ കൊടുക്കുന്നു. അപ്പൊ അവരെ അങ്ങനെയൊക്കെ അത്യാവശ്യമായിട്ടുണ്ട്. അപ്പൊ അങ്ങനെല്ലാം ചെയ്തു പോകുന്നു. ഓക്കെ, ഇപ്പൊ അതേപോലെ തന്നെ ഈ ഒരു മേഖലയില് എന്നും പുതിയ പുതിയ ഹെയർ കളറുകളാണെങ്കിലും എല്ലാ അപ്ഡേഷനും ഇങ്ങനെ ഡെയിലി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പ്രൊഡക്ട്സുകളാണെങ്കിലും മെഷീനറീസ് ആണെങ്കിലും എല്ലാം ഓരോ ദിവസവും പുതിയ പുതിയ പ്രൊഡക്ട്സ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മള് ഓരോ ക്ലാസ്സിനുകൾ പോകുന്നുണ്ട്. അപ്പം മേക്കപ്പിന്റെ ക്ലാസ്സിൽ പോകുന്നുണ്ട്, തീർച്ചയായിട്ടും പോകുന്നുണ്ട്, പുതിയ പുതിയ അപ്ഡേഷൻ പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ നമ്മള് മേക്കപ്പിന്റെ ആണെങ്കിലും മിക്കപ്പോഴും ഞാൻ എന്നാണെങ്കിലും മേക്കപ്പിന് നമ്മൾ ഒരു 6 മാസം കൂടുമ്പോഴത്തേക്ക് ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഞാൻ. കാര്യം ഓരോ ദിവസം ഓരോ പ്രൊഡക്റ്റുകളാണ് വരുന്നത്. അപ്പൊ എപ്പോഴും അപ്ഡേഷൻ നടക്കുന്നുണ്ട്. പിന്നെ പുതിയതായിട്ടാണെങ്കിലും ഹെയർ സർവീസിലാണെങ്കിലും കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതിനെല്ലാം ഇടയ്ക്കിടയ്ക്ക് ക്ലാസ്സിൽ പോയി പൊക്കോണ്ടിരിക്കുകയാണ്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. അതെ അതെ, ശരിക്കും ഇതിൽ വന്നൊരു മാറ്റം നോക്കണം. പണ്ടൊരു സലൂൺ എന്നൊക്കെ പറയുമ്പോൾ ഒരു കുട്ടിക്കുറ പൗഡറിൽ ഒരു കത്രികയിൽ ഓടിക്കൊണ്ടിരുന്നത് അവരിപ്പോഴും ഒരു നാടിന്റെ മൊത്തം സ്റ്റൈൽ അവിടെയാണ്, കല്യാണമാണെങ്കിലും എന്താണെങ്കിലും. പക്ഷെ അത് അവിടെ നിന്നു പോകാൻ കാരണം അവർ അപ്ഡേറ്റ് ആവാത്തത് കൊണ്ടാണ്. പക്ഷെ ഇപ്പൊ പുതിയ പുതിയ തലമുറകളിലേക്ക് വന്നപ്പോ എന്നും അപ്ഡേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ബാക്കിലോട്ടായി. അപ്പം അപ്ഡേറ്റ് നമ്മൾ നടുവേ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ ഹെയർ സ്റ്റൈലിസ്റ്റുകൾ നമുക്ക് എക്സ്പേർട്ടുകൾ തന്നെയാണോ ഇവിടെ? തീർച്ചയായിട്ടും അത് തന്നെയാണ് എക്സ്പേർട്ട് ആയിട്ടുള്ള. അവരെന്ത് ഇപ്പൊ ഹെയർ കട്ട് ആണെങ്കിലും ഇപ്പം കൂടുതലും ആൾക്കാർ ഇൻസ്റ്റയിൽ കൊണ്ടുവന്ന് വീഡിയോസ് കാണിച്ചിട്ട് ഇതുപോലെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പൊ അതേ രീതി തന്നെ ചെയ്തു കൊടുക്കാനുള്ള ആൾക്കാരെയാണ് നമ്മൾ നിർത്തുന്നത്. അതൊരു ചോദ്യമായിട്ട് ഞാൻ ഒന്നുകൂടി ചോദിക്കട്ടെ. ഇപ്പൊ ഏറ്റവും പുതിയ ഹെയർ കട്ട് ഇപ്പൊ ചിലപ്പോൾ ഒരു സിനിമ ഇറങ്ങുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ ഒരു ആഡ് ഇറങ്ങുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി ഏതെങ്കിലും ഒരു സ്റ്റേജിൽ പ്രത്യക്ഷപ്പെടുമ്പോഴായിരിക്കും നമ്മൾ അവരുടെ ഹെയർ ശ്രദ്ധിക്കുന്നത്. അതൊരു ഫോട്ടോ എടുത്തിട്ട് ഇവിടെ കൊടുത്തിട്ട് എനിക്ക് ഇതേപോലെ ആക്കണം പറഞ്ഞാൽ ആക്കി കൊടുക്കാനുള്ള തീർച്ചയായിട്ടും ആക്കി കൊടുക്കും. ഇപ്പൊ ഈ അടുത്ത് മുഴുവൻ നമ്മുടെ ചന്ദ്രയുടെ ഇതായിരുന്നു ഹെയർ കളർ റെഡ്. അപ്പൊ അതുമായിട്ട് പിള്ളേർ വന്നിട്ട് ഇതേ കളർ തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മൾ അതേ രീതി തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും ഈ ഒരു മേഖലയിൽ അത്യാവശ്യം പഠിച്ച് മുമ്പോട്ട് ഈ ഒരു അറിവ് കിട്ടിയതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, വിപണിയിൽ ഒരുപാട് വില കുറഞ്ഞ പ്രൊഡക്ട്സ് മീൻസ് വില കുറഞ്ഞതിൽ ഇപ്പൊ നമ്മളെല്ലാവരും വില കുറഞ്ഞ് നോക്കിയിട്ട് എല്ലാം മേടിക്കാം. പക്ഷേ സൈഡ് എഫക്റ്റ് ഉള്ളതും ക്വാളിറ്റി കുറഞ്ഞതുമായിട്ടുള്ള ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഡക്ട്സ് ഇറങ്ങിയിട്ടുണ്ട്. അത് പലരും മേടിച്ച് തേക്കുന്നുണ്ട്, കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അതായത് നമ്മൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ വിലയല്ല നോക്കണം. നമ്മൾ ക്വാളിറ്റി പ്രൊഡക്റ്റ് തന്നെ എല്ലാവരും ഒട്ടുമിക്ക ഇപ്പം ഒരു ലിപ്സ്റ്റിക്കിന്റെ കേസ് എടുത്തു കഴിഞ്ഞെങ്കിൽ എല്ലാവരും നമുക്ക് ഒരു 100-ന് താഴെ തൊട്ട് കിട്ടുമെന്ന് തോന്നുന്നു. അപ്പം എല്ലാവരും ജസ്റ്റ് എല്ലാം ചെയ്യുന്നത് ഒരേ ഇതല്ലേ എന്ന് വെച്ചോ പ്രൊസീജിയർ അല്ലേ എന്ന് വെച്ചോണ്ടായിരിക്കും ഇവര് ഒരു 100 രൂപയുടെ പ്രൊഡക്റ്റ് മേടിച്ചാലും ഇപ്പം നമ്മൾ 1000 രൂപയുടെ പ്രൊഡക്റ്റ് മേടിച്ചാലും ഒന്നല്ല. പക്ഷെ നമ്മുടെ സ്കിന്നിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റി പ്രൊഡക്റ്റ് തന്നെ മേടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം ലോക്കൽ പ്രൊഡക്റ്റ് മേടിക്കാതെ നമ്മളെയാണ് ആദ്യം ഇഷ്ടപ്പെടേണ്ടത്. അപ്പം എന്നാൽ മാത്രമേ നമുക്ക് നല്ല പ്രൊഡക്റ്റ് മേടിച്ച് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് വേണ്ടി ശ്രമിക്കത്തുള്ളൂ. അപ്പം എപ്പോഴും ക്വാളിറ്റി പ്രൊഡക്റ്റ് തന്നെ മേടിച്ച് യൂസ് ചെയ്യുക. ഓക്കെ, നമ്മൾ സെൽഫായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ഇതുപോലത്തെ സെലൂണിന്റെ സപ്പോർട്ടൊക്കെ അല്ലാതെ ഇപ്പോ നമ്മള് സ്കിന്ന് നന്നായി നോക്കാനും അതുപോലെ തന്നെ ഹെയർ പൊട്ടിപ്പോകാതിരിക്കാനും ഒക്കെ നമ്മൾ സെൽഫായിട്ട് നോക്കാൻ പറ്റിയ എന്തെങ്കിലും ടിപ്സുകളുണ്ടോ? ടിപ്സ് എന്ന് വെച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മളെ മെയിൻ ആയിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞെങ്കിൽ നമ്മൾ ഒരു പ്രത്യേകിച്ച് സ്ത്രീകളുടെയാണ് ഞാൻ പറയുന്നത്, നമ്മൾ ഒരു 30 വയസ്സിന് മുകളിലോട്ട് ആകുമ്പോഴത്തേക്ക് അത്യാവശ്യം പ്രായമായിക്കൊണ്ട് ഇരിക്കുന്ന നമ്മളെ എപ്പോഴും ഡെയിലി 30 വയസ്സ് കഴിഞ്ഞാലൊക്കെ ഒന്നും ഞെട്ടിയിട്ടുണ്ടാവും, പ്രായമായല്ലേ. അപ്പൊ നമ്മളെന്താന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ ഡെയിലി എൻ്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ ഒരു മോയ്സ്ചറൈസറും ഒരു സൺസ്ക്രീനും മസ്റ്റായിട്ട് യൂസ് ചെയ്യാന്നേ ഞാൻ പറയത്തുള്ളൂ. കൂടുതലൊന്നും നമ്മൾ ചെയ്തില്ലെങ്കിലും ഇത് മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. ഞാൻ കൂടുതലും എൻ്റെ അടുക്കൽ വരുന്ന കസ്റ്റമറുടെ അടുക്കൽ നമ്മളെ ഇവിടെ ഞാൻ നിർബന്ധിച്ച് ആരെ കൊണ്ടും ഒന്നും ചെയ്യിപ്പിക്കാറില്ല. കാര്യം എല്ലാവരും വന്നു കഴിയുമ്പോൾ ഹെയർ ഫേഷ്യൽ ചെയ്യുക അല്ലെ ക്ലീനപ്പ് ചെയ്യുക, അത് ചെയ്യുക ഇത് ചെയ്യുമെന്ന് പറയും. പക്ഷെ ഞാൻ ആരെടുക്കലും നിർബന്ധിക്കാറില്ല. ഞാൻ എല്ലാവർക്കും നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാൻ 365 ദിവസം ഫേസിൽ
നമ്മുടെ വീട്ടിലെ തൈരില്ലേ, ആ തൈര് ഡെയിലി ഫേസിൽ ഒരു 20-25 മിനിറ്റ് ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഞാൻ ഗുണങ്ങൾ എന്താ തൈര്? അതായത് തൈര് എന്ന് പറയുമ്പോൾ ഒരു ബ്ലീച്ചാന്ന് പറയാം. അതായത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്ലീച്ചിങ് ഏജന്റ് ആണ് തൈര് എന്ന് പറയുന്ന സാധനം. അപ്പൊ നമ്മൾ അത് ഇടുവാണെങ്കിൽ ഫേസ് എപ്പോഴും നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കും, മോയ്സ്ചറൈസർ ആയിട്ടിരിക്കും. ആ ഒരു ഫിനിഷിംഗ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ഞാൻ ചെയ്യുന്ന അപ്പം എല്ലാവരുടെ നമുക്ക് ഈ വരുന്ന കസ്റ്റമേഴ്സിന്റെ അടുക്കലും ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് നാച്ചുറലായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ സലൂണിൽ പോയി ഇത് ചെയ്യണോ അത് ചെയ്യണോ എന്ന് ഞാൻ പറയാറില്ല. ഇവിടെ വന്നിട്ടും അത് ചെയ്യണമെന്നൊന്നും ഞാൻ നിർബന്ധിക്കാറില്ല. ഒത്തിരി നാച്ചുറൽ ഇത് രീതിയിൽ നമുക്ക് എങ്ങനെ നമ്മുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാന്ന് തന്നെയാണ് പറഞ്ഞു കൊടുക്കാറ്. അതുകൊണ്ടായിരിക്കും അവർക്കൊക്കെ നമ്മളെ വിശ്വാസമാണ്. അപ്പം ഇപ്പൊ ഈ വീഡിയോസ് ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് പേരാണ് നമ്മുടെ അടുക്ക വിളിച്ച് ഓരോ ഡൗട്ട് ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ഒരു സന്തോഷമാണ് ഇങ്ങനെ. അപ്പം ആ ഒരു ജെന്യുവൻ ആയിട്ടുള്ള റിപ്ലൈ ഞാൻ കൊടുക്കാറുള്ളൂ. അല്ലാതെ എന്റെ നേട്ടത്തിന് വേണ്ടി ഞാൻ ആർക്കും ഒന്നും ചെയ്തിട്ടില്ല. അതെ അതെ, നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലും. വളരെ സിമ്പിൾ ആയിട്ട് ഇപ്പൊ ആൺകുട്ടികൾക്കായാലും പെൺകുട്ടികൾക്കായാലും നമ്മുടെ വെയില് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്താണ് എത്രത്തോളം പവർ അതിനുണ്ടെന്ന്. ചില ദിവസങ്ങൾ ഭയങ്കര തീവ്രമായിട്ടുള്ള ചൂടായിരിക്കും നമ്മൾ അനുഭവിക്കുന്നത്. ഇതിലൊക്കെ നമ്മൾ പുറത്തിറങ്ങി കിടക്കും. നമ്മളെല്ലാവരും പല പല ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തിറങ്ങി കിടക്കുന്നവരാ. പെട്ടെന്ന് ഫേസിന് നമ്മളത് ബാധിക്കും ഈ വെയിലൊക്കെ കൊള്ളുമ്പോൾ. തീർച്ചയായിട്ടും ബാധിക്കും. അതിനാണ് നമ്മൾ പറയുന്നത് ഒരു സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം. അപ്പം എല്ലാവരും സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഒന്ന് സൺസ്ക്രീൻ ഇട്ട് ജോലിക്ക് പോയി പിന്നെ ആ വശത്തോട് നോക്കത്തില്ല. പക്ഷെ അങ്ങനല്ല, നമുക്ക് SPF ഒരു 30+ ഉള്ളത് വാങ്ങി യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 4 മണിക്കൂർ ഇടവിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ അതിന്റെ ഒരു കവറേജ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം മസ്റ്റായിട്ട് ഒരു മോയ്സ്ചറൈസറും ഒരു ഇത് സൺസ്ക്രീനും യൂസ് ചെയ്യാന്നേ പറയത്തുള്ളൂ. കൂടുതലൊന്നും യൂസ് ചെയ്തില്ലെങ്കിലും ഇതെങ്കിലും നോക്കുക. നമ്മുടെ സ്കിൻ കെയറിന് സ്കിൻ കെയർ നോക്കുന്നവർ ഇതെങ്കിലും നോക്കുക. അതെ അതെ. ഇപ്പൊ വിപണിയില് ഒരുപാട് ഇപ്പൊ വെളുക്കാൻ വേണ്ടിയിട്ട് പല പ്രൊഡക്ട്സുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. വെള്ളത്തെ കലക്കി കുടിക്കുന്നുണ്ട്, ടാബായിട്ട് കഴിക്കുന്നുണ്ട്, ഒരുപാട് പേര് അത് മേടിച്ച് കഴിക്കുന്നുണ്ട്. ഇതൊന്നും ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോ ഒന്നും ഇല്ലാതെയാണ് ഇതൊക്കെ മേടിച്ച് കഴിക്കുന്നത്. ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തായിരിക്കും? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഞാനും അതിനെപ്പറ്റി എൻ്റെ അടുക്ക് കുട്ടികൾ ചോദിക്കാറുണ്ട്, ചേച്ചി ഇത് മേടിച്ച് കഴിച്ചാൽ നല്ലതാണോ എന്നൊക്കെ. അപ്പം ശരിക്കും ഞാൻ പറയുന്നത് നമുക്കറിയത്തില്ല. ഇപ്പം എന്താ പറയുന്നത്, ഇത് കഴിച്ച് ഉള്ളിൽ പോയിട്ട് എന്താ സംഭവിക്കുന്നത് അറിയത്തില്ല. ഭാവിയിൽ ചിലപ്പം കിഡ്നി ഫെയിലിയർ ഒക്കെ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പം അപ്പോഴത്തെ ഒരു പ്രസന്റ് സിറ്റുവേഷനിലുള്ള ഒരു ഇത് കിട്ടാനായിട്ട് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിലും അങ്ങനെ മേടിച്ച് കഴിക്കില്ലെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. കാര്യം എന്താണ് അതിന്റെ റിസൾട്ട്. പിന്നെ അതുപോലെ തന്നെ വൈറ്റനിങ് ക്രീം യൂസ് ചെയ്യുന്നത് നമ്മുടെ ഒരു സ്കിന്ന് വൈറ്റ് ആവണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്നാണെങ്കിലും ബ്ലീച്ചിങ് ഏജന്റുകൾ അടങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പം നമ്മളൊക്കെ ഞാനൊരു അതിനെപ്പറ്റി ഒരു വീഡിയോ പോലും ചെയ്തിട്ടുണ്ട്. കാര്യം അപ്പം ഒരു കുട്ടി ഈ ക്രീം എവിടുന്നോ വാങ്ങി യൂസ് ചെയ്ത് വെളുക്കാനായിട്ടുള്ള, അതായത് വീഡിയോ കണ്ടിട്ടാണ് ആള് വാങ്ങിയത്. എന്നിട്ട് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ക്രീം തന്നെ കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞ് ഈ കുട്ടി ആ ക്രീമുമായിട്ട് എന്നെ എടുക്കാൻ വന്നു, ചേച്ചി ഇത് യൂസ് ചെയ്ത് എനിക്ക് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ നല്ല കളറ് വന്നു. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് നേരത്തെ ഉള്ള കളറിനേക്കാളും ഭയങ്കരമായിട്ട് ഡാർക്ക് ആയി പോയെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് അതിനകത്ത് ഫുള്ള് ബ്ലീച്ചിങ് ഏജന്റുകളാണ് കൂടുതൽ അടങ്ങിയിരിക്കുന്നത്, കണ്ടന്റ് അടങ്ങിയിരിക്കുന്നത്. അപ്പം ഞാനിതിങ്ങനെ പറഞ്ഞു കൊടുത്തു, മോളെ അറ്റ്ലീസ്റ്റ് നമ്മൾ ഇതൊന്നും അറിയത്തില്ലെങ്കിലും ഗൂഗിളിനകത്താണെങ്കിലും സെർച്ച് ചെയ്ത് ഇപ്പൊ എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടും. അപ്പൊ അത് നോക്കിയിട്ട് ഇത് അതായത് ബ്ലീച്ചിങ് കണ്ടന്റ് അടങ്ങിയത് കൊണ്ടാണ് നമ്മൾ ആ ക്രീം ഇട്ടപ്പം സഡൻ ആയിട്ട് നമുക്ക് കളറ് കിട്ടിയത്. അപ്പൊ ഇത് നിർത്തിക്കഴിഞ്ഞെങ്കിൽ നമ്മൾ വീണ്ടും കറുത്തും പോവും. അത് ഭയങ്കരമായിട്ട് സ്കിന്ന് പെട്ടെന്ന് ഒരു കളറിലേക്ക്, നമ്മുടെ പഴയ കളറിലേക്ക് തിരിച്ചു വരത്തില്ല. അപ്പം സ്കിന്ന് ഭയങ്കരമായിട്ട് ഡാമേജ്ഡ് ആവും. അപ്പൊ അങ്ങനെ യൂസ് ചെയ്യില്ലെന്ന് പറഞ്ഞു വിട്ട് അപ്പോഴും ആ കൊച്ചൻ്റെ അടുക്കാൻ വന്ന് ചോദിക്കുന്ന ഇതാണ്, ചേച്ചി എനിക്കപ്പം ടാൻ റിമൂവൽ ഇത് ഫേഷ്യൽ ചെയ്യാവോ എന്നാണ് ചോദിച്ചത്. അപ്പൊ സ്കിന്ന് അത്രയും ലൈറ്റ് ആയിട്ട് ആളുടെ ഇരിക്കുക. അപ്പൊ അതിന്റെ പുറത്ത് നമ്മളൊരു ഫേഷ്യൽ കൂടി ചെയ്ത് കഴിഞ്ഞെങ്കിൽ അത് ചിലപ്പം സ്കിന്നിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വിട്ട് മോളിപ്പം ഒരാഴ്ചത്തേക്ക് ഒന്നും ചെയ്യണ്ട, വീട്ടിൽ പോയി ഇങ്ങനെ കുറെ ഇത് ഹോം കെയർ ടിപ്പ് പറഞ്ഞു കൊടുത്തു, അത് ചെയ്താൽ മതി. എന്നിട്ട് 1 മാസം കഴിഞ്ഞ് തൊട്ട് ഇങ്ങനെ നമ്മൾ ടാൻ റിമൂവലിന്റെ ഫേഷ്യലൊക്കെ ചെയ്ത് പയ്യ ലെവലിലേക്ക് വരുമെന്ന് പറഞ്ഞു വിട്ടു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ആ കൊച്ചു വന്നായിരുന്നു. അപ്പം വീട്ടിൽ ഞാൻ പറഞ്ഞൊക്കെ ചെയ്ത് പഴയ കളറിലേക്ക് ചേച്ചി വരുന്നുണ്ട്, കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞ്. പക്ഷെ അപ്പം അത് വന്ന് അങ്ങനെ സംസാരിച്ച പിന്നെ നമ്മുടെ അടുക്കയിൽ അത് ഭയങ്കരമായിട്ട് ഇതായിട്ട് ഇപ്പൊ ഇവിടെ തന്നെയാണ് ആളെല്ലാത്തിനും വരുന്നതും ഒക്കെ. വിശ്വാസം കിട്ടി, തിരിച്ചു കിട്ടി. ചിലരൊക്കെ ഈ ക്രീം വെച്ചിട്ട് മുഖം ഒരു റെഡ് കളറായി മാറൊക്കെ. അതെ അതെ. അതായത് ഈ ക്രീം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ
സൂര്യപ്രകാശം അടിക്കുമ്പോഴത്തേക്ക് സ്കിന്ന് ഭയങ്കരമായിട്ട് റെഡ് കളറാവും. അതപ്പം ഈ ഇതിന്റെ തന്നെയാണ് പല ക്രീമുകളും നമുക്ക് മെഡിക്കൽ സ്റ്റോറിലാണെങ്കിലും മേടിക്കാനായിട്ട് കിട്ടും. അപ്പം അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസറസ് ആണെന്ന് തന്നെ പറയാം നമുക്ക്. അപ്പം കഴിവതും യൂസ് ചെയ്യാതിരിക്കുക അത്. പിന്നെ ഈ സോപ്പ് ഇപ്പൊ പണ്ട് കാലം മുതലുള്ള ഒരു ശീലമാണ്, ഒരു സോപ്പാണ് തലയിലും മുഖത്തും മേത്തും എല്ലാം ഇടുന്ന സോപ്പാണ്. അത് എന്തെങ്കിലും സൈഡ് എഫക്ട് ഉണ്ടാക്കുന്നുണ്ടോ നമുക്ക്? സോപ്പ് അങ്ങനൊന്നും ഇല്ല. ഞാനപ്പം കഴിഞ്ഞ ദിവസം അതിന്റെ ഒരു വീഡിയോ, എല്ലാ വീഡിയോ ഞാൻ ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തായിരുന്നു ഈ സോപ്പിനെ പറ്റി പറയുന്നത്. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ TFM ടോട്ടൽ ഫാറ്റി മാറ്റർ എന്നാണ് പറയുന്നത്. അതൊരു 75-76 മുകളിലുള്ള സോപ്പ് യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലത്. ഇപ്പൊ പണ്ടെന്ന് വെച്ച് കഴിയുമ്പോൾ നമ്മൾ അതെങ്ങനെ അറിയാൻ പറ്റും? അത് നമ്മൾ എഴുതിയിട്ടുണ്ട്, മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ അത് ശ്രദ്ധിക്കാറില്ല, എപ്പോഴും വിലയാണ് നോക്കുന്നത്. അപ്പം ഈ TFM അത്യാവശ്യം നമുക്ക് അറിയാവുന്ന അതായത് ബ്രാൻഡുകളുണ്ട്. പിയേഴ്സ്, മറ്റേ ഡവ്, ഗോദ്രേജ് നമ്പർ 1. അപ്പൊ അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വിലയില്ലാത്ത, ഈ ഗോദ്രേജ് നമ്പർ 1 ഒക്കെ അധികം വിലയില്ലാത്തതാണ്. അപ്പം അതിനൊക്കെ TFM ഒരു 78 ആ ഒരു ലെവലിലാണ് വരുന്നത്. 76 മുകളിലുള്ളതാണ് എപ്പോഴും നല്ലത്. അതാകുമ്പോൾ നമ്മുടെ പ്രത്യേകിച്ച് ഡ്രൈ സ്കിൻ ഒക്കെ ആണെങ്കിൽ ഈ TFM നോക്കി തന്നെ വാങ്ങുക. അപ്പം വില നോക്കാതെ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് നമ്മൾ ശ്രദ്ധിക്കാനായിട്ട്. പക്ഷെ ആരും ഇത് ശ്രദ്ധിക്കാറില്ല. തീർച്ചയായിട്ടും. എന്തായാലും ഇനി ഇതൊരു പുതിയ അറിവാട്ടെ, ഞാൻ പോലും ഇപ്പോഴാണ് കേൾക്കുന്നത്. അത് ശ്രദ്ധിച്ചാൽ TFM കുറഞ്ഞത് മേടിച്ച എന്താ പ്രശ്നം? നമ്മുടെ സ്കിന്നിന് അതായത് ഭയങ്കരമായിട്ട് ഡ്രൈ ആവും. ഇപ്പം നോർമലി ഓയിലി സ്കിൻ ആണെങ്കിൽ പോലും നമ്മളിത് സ്ഥിരമായിട്ട് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഡ്രൈ ആവും. അതുകൊണ്ടാണ് ഇപ്പം കൂടുതലായിട്ട് നമ്മളിപ്പം ബോഡി വാഷും ഫേസ് വാഷും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ TFM ഏകദേശം ആ ഒരു ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് അതിന് കൂടുതലും ഇത് പബ്ലിസിറ്റി കിട്ടിയത്. പണ്ട് നമ്മൾ കുളിച്ചുകൊണ്ടിരുന്നത് ഈ ബോഡി വാഷ് ഒന്നും യൂസ് ചെയ്തിട്ടല്ല. ഇപ്പോഴാണ് ഈ കുറച്ച് കാലമേ ആയിട്ടുള്ള ഈ ബോഡി വാഷ് ഒക്കെ ഇത്രയും ഇതായിട്ട് വന്നിട്ട്. അപ്പം ഈ സോപ്പ് ഇപ്പോഴാണെങ്കിലും നമ്മൾ ഈ സോപ്പ് വാങ്ങുമ്പോഴത്തേക്ക് TFM ചെറുതായിട്ട്, ഏറ്റവും ചെറുതായിട്ടാണ് ഇത് മാർക്ക് ചെയ്തേക്കുന്നത്. അപ്പൊ നമ്മളൊന്ന് വായിച്ചു നോക്കി, ആ വായിക്കാനുള്ള ഒരു സാവകാശം കാണിച്ചാൽ മതി ഒരു സോപ്പ് സെലക്ട് ചെയ്യുമ്പോൾ. അല്ല സോപ്പ് യൂസ് ചെയ്യുന്നതിന് യാതൊരു കുഴപ്പം തന്നെ ഇല്ല. TFM 76 മുകളിലുള്ളത് വാങ്ങണമെന്ന് മാത്രം, അത്ര മാത്രമേ ഉള്ളൂ. നമ്മള് പത നോക്കിയിട്ടാണ് നന്നായിട്ട് പതയുന്ന സോപ്പ് ഏതാണ്? നന്നായിട്ട് പതയുന്ന സോപ്പ് സ്കിന്നിന് നല്ലതല്ലെന്നാ പറയുന്നത്. നല്ല സ്മെല്ല്, നന്നായിട്ട് പതയുന്ന സോപ്പ് നമ്മുടെ സ്കിന്നിന് അത്ര നല്ലതല്ല. ഇവിടെ എല്ലാരും നേരെ ഓപ്പോസിറ്റാ, നന്നായിട്ട് പതയണ നോക്കിയിട്ടാ മേടിക്കുക. അപ്പൊ എന്തായാലും TFM ഇതെന്തായാലും എല്ലാരും നോട്ട് ചെയ്യട്ടെ. ഇനി എന്തായാലും ഇപ്പൊ ഇത്രയും നമ്മള് ഈ ഒരു നിലയിലേക്കൊക്കെ എത്തി, എന്താ പറയാ, വിചാരിച്ചതിനെക്കാട്ടി മുകളിലേക്ക് നമ്മളിപ്പോ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരോടൊക്കെയാണ് നന്ദി പറയാനുള്ളത്? ശരിക്കും ഫസ്റ്റിലെ നന്ദി ഹസ്ബൻഡിനോട് തന്നെയാണ്. അതങ്ങനെ ഹസ്ബൻഡിന്റെ അടുക്ക തന്നെയാണ്. പിന്നെ വീട്ടിൽ ഇവിടെ ആണെങ്കിലും ഹസ്ബൻഡിന്റെ വീട്ടിലാണെങ്കിലും സപ്പോർട്ടാണ്. അമ്മയും അച്ഛനും ഒക്കെ കുഴപ്പമില്ല, നല്ല രീതിയിൽ ഇത്. പിന്നെ ഞാൻ ഇതിന് ട്രെയിനിങ്, ഫസ്റ്റിലെ ട്രെയിനിങ് ഒരിടത്ത് നമുക്ക് അങ്ങനെ ഒരു ഇതുണ്ടായി. അതിനുശേഷം ഞാൻ മുണ്ടക്കയത്ത് നമുക്ക് ഒരു ചേച്ചി ഉണ്ടായിരുന്നു. അന്ന് ചേച്ചിക്കും ഒരു ബ്യൂട്ടി പാർലർ ആയിരുന്നു, സാറ ബ്യൂട്ടി സലൂൺ. അപ്പം അങ്ങനെ ചേച്ചിയുടെ അടുക്കലാണ് ഞാൻ പിന്നെ ചെല്ലുന്നത്. ഇത് എന്നെ ട്രെയിനിങ്ങിന് എടുക്കുമെന്ന് ചോദിച്ചു. ശേഷം അതെ സെക്കൻഡ് എൻട്രി. അപ്പം ചേച്ചി ചേച്ചി ഒന്നും പറഞ്ഞില്ല, എന്നെ എടുത്തേക്കാം, കുഴപ്പമില്ല. ചേച്ചി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ചേച്ചിയെ പോലെ തന്നെയായിരുന്നു പുള്ളിക്കാരി. അതെ. അപ്പം ചേച്ചി ഒരു മറയില്ലാതെ ഇങ്ങനെ, അതായത് നമ്മൾ എന്ത് പറഞ്ഞു കൊടുത്താലും ഒട്ടുമിക്ക ആൾക്കാരും എന്തെങ്കിലുമൊക്കെ അവരുടെ സീക്രട്ട് മാറ്റി മറച്ച് വെച്ചിട്ടായിരിക്കും പറഞ്ഞു കൊടുക്കുന്നത്. ചേച്ചിയെ സംബന്ധിച്ച് അങ്ങനല്ല. ചേച്ചി എന്നെ എല്ലാം ഒരു അനിയത്തിയെ പോലെ തന്നെ ഫുള്ള് പുള്ളിക്കാരി എല്ലാം പറഞ്ഞ് പഠിപ്പിച്ച് എല്ലാം തന്നെന്നുള്ള ഒരു മറയൊന്നും വെക്കാതെ പറഞ്ഞ് എല്ലാം എന്നെ പഠിപ്പിച്ചു. അത്യാവശ്യം നല്ല രീതിയിൽ ചേച്ചി ചെയ്യുന്ന പോലെ തന്നെ ത്രെഡിങ്ങും എല്ലാ കാര്യങ്ങളും അതെ പെർഫെക്റ്റ് ആക്കി. ചേച്ചി ഇപ്പം യൂണിസെക്സ് സലൂണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സാറ ഡിമോണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് റൺ ചെയ്യുന്നതാണ്. അപ്പൊ ചേച്ചിയാണ് ശരിക്കും പറഞ്ഞാൽ എന്നെ ഈ ഒരു ലെവലിലേക്ക് എത്തിച്ചത്. അത് നമ്മുടെ മരണം വരെ മറക്കത്തില്ല. അത് അങ്ങനെ തന്നെ ഫ്യൂച്ചർ പ്ലാൻ എന്താണ്? ഫ്യൂച്ചർ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ വീട് എന്ന് പറഞ്ഞാൽ ചങ്ങനാശ്ശേരിയാണ്. അപ്പൊ അവിടെ അത്യാവശ്യം ഇതിലും സെറ്റപ്പ് ആയിട്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ, അതെ ഗ്രൗണ്ട് ഫ്ലോറിൽ മറ്റേ പാർക്കിംഗ് ഫെസിലിറ്റിയോട് കൂടി തുടങ്ങണം എന്നുള്ളതാണ്. എൻ്റെ നാട്ടിൽ തന്നെ അവിടെ തുടങ്ങണമെന്നുള്ളതാണ്. തുടങ്ങും, അത് ദൈവം കൂടി അനുഗ്രഹിച്ചാൽ തീർച്ചയായിട്ടും തുടങ്ങും. പിന്നെ ഹസ്ബൻഡിനും അതിന് ആഗ്രഹമാണ്, തുടങ്ങണമെന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുന്നു. ഉറപ്പായിട്ടും തുടങ്ങും. ഇനി അത് എന്താണെന്ന് പറഞ്ഞാൽ മതി. അതെ, ഇതിൽ ഈ പോക്കൂടെ ഉറപ്പായിട്ട് തുടങ്ങും. നമ്മുടെ ഈ സ്ഥാപനത്തെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാവരും എടുത്ത് പറഞ്ഞു കൊടുത്ത സ്റ്റാഫിങ്ങിന്റെ കാര്യം. അതെ.
സ്റ്റാഫുകളെ കുറിച്ച് എന്താ പറയുന്നത്? സ്റ്റാഫ് എല്ലാവരും നല്ല സപ്പോർട്ടീവ് ആണ്. എനിക്ക് ഇപ്പം വീഡിയോസ് ആണെങ്കിൽ പോലും പിള്ളേര് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ഒരെണ്ണം ഒരു ഇച്ചിരി ഡൗൺ ആയിട്ട് പറയും, ചേച്ചി അത് ഞാൻ പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, ചേച്ചി നമുക്ക് ഒന്നുകൂടി എടുക്കാം. അങ്ങനെ ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ട് നിൽക്കുന്ന എല്ലാരും ഭയങ്കര എന്താ പറയുന്നത്, നമ്മുടെ കൂടത്തിൽ തന്നെ, അതെ കൂടത്തിൽ തന്നെ നിന്ന് ഭയങ്കരമായിട്ട് സപ്പോർട്ടീവ് ആയിട്ട് പോകുന്ന പിള്ളേര് തന്നെയാണ് എനിക്കുള്ളവര് തന്നെ. ഞാനും അവരുടെ അടുക്കൽ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടായിരിക്കും അവരും നമ്മുടെ അടുക്കൽ തിരിച്ച് നല്ല രീതിയിൽ തന്നെ നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും ഈ പറഞ്ഞ പോലെ നമ്മുടെ പ്രിയ മേക്ക് ഓവർ സ്റ്റുഡിയോ കേരളത്തിലല്ല ഇന്ത്യയിൽ മൊത്തം, ഇനി വിദേശത്താണെങ്കിൽ അവിടെ എല്ലായിടത്തും കുറെ ബ്രാഞ്ചുകളൊക്കെ നിറയട്ടെ. എന്തായാലും വളരെ അടിപൊളിയായിട്ട് മുമ്പോട്ട് പോകുന്ന എല്ലാവിധ ആശംസകളും ഞങ്ങൾ നേരെയാണ്. എന്തായാലും ഒരുപാട് പേർക്ക് ഒരുപാട് മോട്ടിവേഷൻ ആവട്ടെ. പലരും ഏറ്റവും കൂടുതൽ എന്തെങ്കിലും സംരംഭമൊക്കെ തുടങ്ങാൻ മടിച്ചു നിൽക്കുന്ന പല സ്ത്രീകൾക്കും ഇതൊരു എന്താ പറയുക, ഒരു പോസിറ്റീവ് എനർജി കൊടുക്കട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു.